വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, വിശുദ്ധ കഅബക്ക് മുകളിൽ 139 വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് പെരുന്നാൾ ദിനം. ബലി പെരുന്നാൾ ദിനം വിശുദ്ധ കഅബയുടെ മുകളിൽ സംഭവിക്കുന്ന ഒരു ശാസ്ത്ര പ്രതിഭാസം ഇന്നും ശാസ്ത്ര ലോകത്തിന് അത്ഭുതമാണ്. ആ അത്ഭുതമാണ് ഈ ഒരു ബലി പെരുന്നാളിന് സംഭവിക്കാൻ പോണത്. അതും 139 വർഷത്തിന് ശേഷമാണ്. ഇതിനു മുൻപ് 1891 ഈ അത്ഭുതം വിശുദ്ധ കഅബക്ക് മുകളിലുണ്ടായത്. അപ്പോൾ ഇതൊരു പക്ഷേ ഞാൻ ഈ പറയുന്ന ഒരു കാര്യങ്ങൾ വിശുദ്ധ കഅബ എന്ന് കേൾക്കുമ്പോഴേക്ക് അറപ്പ് തോന്നുന്ന, അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് കേൾക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരവും ശാസ്ത്രവും തമ്മിൽ എന്താ ബന്ധം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അറപ്പ് തോന്നുന്ന ഒരു ദയവേദി വീഡിയോ കാണണ്ട. നിങ്ങൾക്കൊരു ശാസ്ത്ര വിഷയത്തിൽ, അതായത് ശാസ്ത്രത്തിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിലും മതത്തിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിലും ഞാൻ ഈ പറയുന്നത് ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ മനസ്സിലാവും. അതായത് ഈ വർഷത്തിൽ 2 തവണ ഈ സൂര്യൻ കഅബൻ്റെ നേരെ മുകളിൽ വരുന്ന ഒരവസ്ഥ വരാറുണ്ട്. ഇതിന് സീറോ ഷാഡോ എന്നാണ് പറയുക, നിഴലുകളില്ലാത്തൊരവസ്ഥ. ഇത് ബലിപെരുന്നാൾ ദിവസം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ റയറാണ്. അങ്ങനെ ഇതിന് മുൻപ് സംഭവിച്ചത് 139 വർഷം 1891 ഇൻഷാ അല്ലാഹ് ഇത്തവണ അവിടുത്തെ ശാസ്ത്ര വിദഗ്ധർ പറയുന്നത് ഈ ഒരു ബലിപെരുന്നാൾ ദിവസം ആ അത്ഭുതം വിശുദ്ധ കഅബയിൽ സംഭവിക്കാൻ പോവാണ്. ഇനി അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ 29 വർഷങ്ങൾ കൂടി കാത്തിരിക്കണം. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കഅബൻ്റെ നേരെ മുകളിൽ സൂര്യൻ വന്നിട്ട് നിഴലില്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ നോക്കുന്നൊരു സന്ദർഭത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് കഅബയുടെ യഥാർത്ഥ ദിശ കണ്ടെത്താൻ പറ്റും. അതായത് മക്കയുടെ അക്ഷാംശ രേഖക്ക് നേരെ മുകളിൽ സൂര്യൻ വരിക. ഇത് എല്ലാ വർഷവും സംഭവിക്കലുണ്ട്. ഇത് കഅബൻ്റെ പ്രത്യേകതയൊന്നുമല്ല, ഇത് കഅബൻ്റെ മുകളിൽ അങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥ ബലി പെരുന്നാളുടെ ദിവസം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒന്ന്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ബലി പെരുന്നാൾ ദിവസം അത് സംഭവിക്കുകയാണ്. അതും പരിശുദ്ധ ഹജ്ജിൻ്റെ സമയമാണ്. ബലി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിനം നാളെ അറഫാ ദിനമാണ്. നാളെ ഹജ്ജിനെത്തുന്നവർക്ക് അറഫാ ദിനമാണ്. നമ്മുടെ അറഫാ നോമ്പുള്ളത് വരുന്നത് ബുധനാഴ്ചയാണ്. ചില ആളുകളൊക്കെ നാളെ നോമ്പ് നോക്കുന്നവരുണ്ട്, മറ്റന്ന് നോമ്പ് നോക്കുന്നവരുണ്ട്. എന്തായാലും ഈ ഒരു ശാസ്ത്ര കൗതുകം എന്നുള്ളത് ഇന്നും ശാസ്ത്ര ലോകത്തിന് അത്ഭുതമാണ്. ഇതിൻ്റെ നിഴലില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. ജ്യോതിശാസ്ത്ര പ്രതിഭാസം കാണണമെങ്കിൽ 2054 വരെ കാത്തിരിക്കണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു കാര്യങ്ങൾ, ഇങ്ങനെ കഅബൻ്റെ മുകളിൽ മക്കയുടെ അക്ഷാംശ രേഖക്ക് നേരെ മുകളിൽ സൂര്യൻ വരിക, സീറോ ഷാഡോ അവസ്ഥ, ഇതിൽ വിശ്വാസമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞു, ചില ആളുകൾക്ക് വിശ്വാസം വരില്ല. ഇതിപ്പോൾ എന്താ, ഇപ്പോൾ ഇതിപ്പോൾ കഅബയുടെ പ്രത്യേകതയാണോ, കള്ളക്കഥകളാണ്, ഇതൊക്കെ ആര് പറഞ്ഞു? ഇതുമായി ബന്ധപ്പെടുന്ന സൗദി മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. അവിടെ അറബിയിൽ പറഞ്ഞു, ഞാനത് മലയാളത്തിൽ പറഞ്ഞു, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് വർഷത്തിൽ 2 തവണ ഈ ജ്യോതിശാസ്ത്ര അത്ഭുത പ്രതിഭാസം സംഭവിക്കലുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ ഇത് വിശുദ്ധ കഅബക്ക് മുകളിൽ വരുന്നത് ബലിപെരുന്നാളിന് എന്നുള്ളൊരു കൗതുകം, ഒരു അത്ഭുതം. അത് 139 വർഷങ്ങൾക്ക് ശേഷമാണെന്നുള്ളത്. അപ്പോൾ ഇത് വിശ്വാസമുള്ള ആൾ താഴെ കമൻറ്റ് ചെയ്യണേ, വിശ്വാസമില്ലാത്തവരൊന്ന് പറയണേ. നമ്മുടെ ഈ ഭൂമിയിലുള്ള അത്ഭുതങ്ങളിലൊക്കെ നമ്മുടെ കണ്ണിനും നമ്മുടെ ചിന്തക്കും അപ്പുറത്തുള്ള അത്ഭുതങ്ങളൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. ചിലർക്ക് ഇതൊന്നും ഒരു പ്രത്യേകത തോന്നൂല. അതിപ്പോൾ ഞാൻ കഅബയുടെ പ്രത്യേകത ആണെന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ല കേട്ടോ. കഅബയുടെ മുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. കഅബയുമായി ബന്ധപ്പെട്ട് എന്ത് കേൾക്കുമ്പോഴും എനിക്ക് അത്ഭുതവും അതിൽ ഭയങ്കരമായിട്ടൊരു പവിത്രതയും തോന്നുന്നുണ്ട്. അത് വിശുദ്ധ കഅബയോടുള്ളൊരു സ്നേഹം. വിശുദ്ധ കഅബ ഖിബിലയായിട്ട് മാറുന്നതിൻ്റെ രഹസ്യം അറിയുമ്പോഴേ നമുക്കത് ബോധ്യമാവുള്ളൂ. അതായത് വിശുദ്ധ കഅബ എന്ന് പറയുന്ന ആ ഒരു കെട്ടിടം അതെങ്ങനെയാണ് ഖിബിലയായിട്ട് മാറുക, എങ്ങനെയാ ഖിബില, അതിന് രഹസ്യം എന്താണ്? മുമ്പ് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു രഹസ്യമുണ്ട്. അല്ലെങ്കിൽ വെറും ഒരു കെട്ടിടമാണത്. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ അല്ല വരുന്നത്, വിശുദ്ധ കഅബയുടെ മുകളിൽ, വിശുദ്ധ കഅബ എന്ന ഖിബിലയുടെ മുകളിൽ ആ നിഴല് വരിക, നിഴലില്ലാത്തൊരു സീറോ ഷാഡ് അവസ്ഥ വരിക. അൽഹംദുലില്ലാ, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്കത് ഹജ്ജിൻ്റെ ഒക്കെ ലൈവ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ പല ചാനലുകളിലൊക്കെ, സൗദി ചാനലുകളൊക്കെ. നമുക്കത് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇനി രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്നലെ കാസർഗോഡ് ഭാഗത്തുള്ള സുഫൈദ എന്ന പേരിലൊരു പെൺകുട്ടി ജീവനൊടുക്കിയ ഒരു സംഭവം പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ ശരീരത്തിലൊക്കെ അടികൊണ്ട പാടുകളാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ കണ്ടത്. വലിയ സങ്കടം തോന്നി. അതിന് അമ്മായിമ്മയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഭർത്താവാണെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവർ 3 വർഷത്തെ പ്രണയമാണ്. ആ 3 വർഷത്തെ പ്രണയം കഴിഞ്ഞിട്ടാണ് വീട്ടുകാരൊന്നും അതിന് സമ്മതിച്ചിരുന്നില്ല. ഈ കല്യാണം തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് പ്രണയിക്കുന്ന പെൺകുട്ടികൾ നിങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പ്രണയത്തിൻ്റെ പിന്നാലെ പോവല്ലേ. പ്രണയിച്ചോരെ എല്ലാവരും 99% അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ്.
അങ്ങനെ കല്യാണം കഴിച്ചതാ. 2 മാസം പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ ഓർത്തിട്ടെങ്കിലും ആ പെൺകുട്ടി ഇത് ചെയ്യരുതായിരുന്നു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ജന്മം നൽകിയ 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞവർക്കുണ്ട്. ആ കുഞ്ഞിനെ ഇന്നത്തെ തലമുറക്ക് അതൊന്നും ഒരു വിഷയമല്ല. അവനവൻ്റെ വാശി കൊണ്ട് തീർക്കുക. ഈ പെണ്ണ് BA പഠിച്ചതാണ്, BEd കഴിഞ്ഞതാണ്, ഒരു സ്കൂളിൽ അധ്യാപികയായിട്ട് താൽക്കാലികമാണെങ്കിലും ജോലിക്ക് ഇംഗ്ലീഷ് ടീച്ചറായിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ എല്ലാം വിദ്യാഭ്യാസം ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, ജോലിയുണ്ട്. പിന്നെ ആരോടാണ് ഈ വാശി തീർക്കുന്നത്? അവനവൻ്റെ ബോഡിയോടോ? പടച്ച റബ്ബിനെ നമ്മൾ കാണണ്ടേ? നമ്മളിത് ആരെയും ഞാൻ കുറ്റപ്പെടുത്താനും ന്യായീകരിക്കാനൊന്നുമല്ല. നമ്മുടെ ലൈഫ് അവസാനിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എന്തിനാണ് പോണത്? ഇതെല്ലാ പ്രശ്നങ്ങളും പ്രണയ കല്യാണം ആയതുകൊണ്ട് വീട്ടിൽ പറഞ്ഞില്ല. ഒരു സ്ട്രെസ്സിനൊക്കെ ഇതാണ് ഈ പ്രണയ വിവാഹത്തിൻ്റെ ഒരു പ്രശ്നം. വീട്ടുകാരെ ധിക്കരിച്ച് കമ്പൽസറി ചെയ്യിപ്പിച്ച് ഫോഴ്സ്ഫുള്ളി ഒരു വിവാഹത്തിലേക്ക് എത്തിയിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ഇതൊന്ന് പറയാൻ ഇറക്കി വെക്കാനൊരു ഷെൽട്ടർ ഉണ്ടാവില്ല. ഇത് ഗതികേട് കൊണ്ടാണ് അവസാനം പറയേണ്ടി വന്നത്. ഇതിൻ്റെ ബ്രദേഴ്സോ ആരൊക്കെയോ കുടുംബക്കാർ ഇതിനെ വിളിച്ചു കൊണ്ടുവരാൻ വരുമ്പോഴേക്കും ഇത് കയ്യിൽ നിന്ന് പോയിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, പ്രണയവിവാഹങ്ങൾ എന്നുള്ളത് ബർക്കത്തുള്ളതാവാൻ സാധ്യത കുറവാണ്. ഉറപ്പൊന്നും ഞാൻ പറയില്ല, കാരണം ഞാനല്ലല്ലോ ബർക്കത്ത് തരുന്ന ആൾ. അനുഭവം കൊണ്ട് പറയാണ്, ബർക്കത്ത് തരാൻ കുറവ്, ഒരു അനുഗ്രഹം ഉണ്ടാവില്ല. മാതാപിതാക്കളുടെ ഒരു പൂർണ്ണ മനസ്സും ഒരു ദൈവികമായ ഒരു ലയമൊക്കെ ഇതിലുണ്ടാകുമ്പോഴാണ് വിവാഹങ്ങളൊക്കെ ഒരു നല്ല എന്താ പറയുക, ഒരു സന്തോഷമായിട്ട് പോവുള്ളൂ. എല്ലാ വിവാഹ ബന്ധങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുള്ളവരെ എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും. കാരണം രണ്ടും 2 വ്യക്തികളും 2 ചിന്തകളും അല്ലേ. പക്ഷേ അതിങ്ങനെ കൊണ്ടുപോകുന്നൊരു സാധനം എന്നുള്ളത് കുടുംബം കൂടി ഉണ്ടാകുമ്പോഴാണ്, വാപ്പ ഉമ്മ കുടുംബക്കാർ എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഇത് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോവുക. പ്രണയവിവാഹങ്ങൾ ഇത് പലതും ഇതിനൊക്കെ വിട്ടൊഴിഞ്ഞു പോകും. അതുണ്ടാവില്ല. നിങ്ങൾ പ്രണയത്തിൻ്റെ പിന്നാലെ പ്രണയിച്ചോളി, പ്രണയത്തിനായിട്ട് പ്രണയിച്ചോളി. വിവാഹം കഴിക്കാനോ ശാരീരിക സുഖത്തിനോ ആയിട്ട് പ്രണയിക്കല്ലേ. അത് എന്നിട്ട് വിവാഹത്തോടെ അത് കട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ നല്ലപോലെ ലൈഫിൽ പാർട്ട്ണറായിട്ട് കിട്ടുന്ന ഒരാളെ പ്രണയിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ലൈഫിൽ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഓർക്കാതെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യൂല. എന്ത് സങ്കടപ്പെട്ടിട്ടാണെങ്കിലും 2 മാസം പ്രായമുള്ള അതിന് മുലപ്പാൽ തന്നെ കിട്ടണ്ടേ? അതിന് നിങ്ങൾ വേറെ എന്ത് പാല് കൊടുത്തിട്ട് എന്താണ്? അപ്പോൾ ആ മുലപ്പാൽ കുടിക്കേണ്ട കുഞ്ഞിനെ ഓർക്കാതെ ഉമ്മ ചെയ്യുക. അതെങ്ങനെ ഉമ്മയാവുക? ഏതൊരു ഉമ്മനെ ആലോചിച്ചൊക്കെ അലക്കാൻ പോവുകയാണെങ്കിൽ കുട്ടി എന്തായി, കുട്ടി ഉറങ്ങിയോ, കുട്ടി നീറ്റവും ചോദിക്കുന്നൊരു ഉമ്മ. അതാണ് പഴയ തലമുറയിലെ ഉമ്മ. ഇന്നങ്ങനെയല്ല. ഇന്ന് വാശി പിടിച്ചാൽ ആരും പിടിച്ച് കുടിപ്പിക്കുന്നതല്ല. ആരും എടുത്ത് അവിടെ എന്തോ ഈ മറ്റേ കമ്പിയുടെ മേലത്തെ തുരുമ്പൊക്കെ കളയുന്ന ആ ആസിഡാണ് ഈ കുടിച്ചത്. അത് കുടിക്കണത് ആരോടുള്ള ദേഷ്യത്തിൽ നിന്നിട്ട് ആ കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞ് ചോദിക്കൂലേ. അപ്പോൾ അങ്ങനെ തീരുമാനം നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ സധൈര്യം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും ആണുങ്ങളെ കുറ്റപ്പെടുത്തുക, എല്ലാത്തിനും പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തുക. ഞാൻ ആരും കുറ്റപ്പെടുത്താനില്ല. ഓരോരുത്തരുടെ ലൈഫ് എൻ്റെ ഫീലാണ് അവനവൻ അനുഭവിക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത്. പകരം ഇതുപോലെയുള്ള സ്വയം കുരുതി കൊടുത്തിട്ടുള്ളത് ആർക്കൊരു നേട്ടം ഉണ്ടാവില്ല. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിങ്ങളുടെ ചെവിയിൽ കേൾക്കണില്ലേ? പാലിന് വേണ്ടി ഉമ്മാനെ വിളിച്ച് കരയുന്നൊരു കുഞ്ഞ്. ആ ഒരവസ്ഥ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കരുത്. അപ്പം എന്തായാലും ആ വിഷയത്തിൽ ഭർത്താവ് അറസ്റ്റിലായി, ഭർത്താവിൻ്റെ ഉമ്മാക്കും കേസായി. പെൺകുട്ടികൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മാരങ്ങൾ കുടുങ്ങും. ഇന്നൊരു ഉമ്മക്ക് വിളിക്കുകയാണ് മരുമകളുടെ പ്രശ്നം പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, പൊന്നുമ്മങ്ങളൊന്നും മിണ്ടണ്ട, എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ ജയിലിൽ പോകും. പ്രശ്നമാണ് അവിടെ മരുമകൾ കിടന്ന് ഹാലിളകാൻ. മരുമകളെ ഹാലിളക്കുന്ന സ്വഭാവം ഉമ്മാൻ്റെ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മരുമകൾ ഉമ്മാനെ അടിക്കാൻ വന്നെന്ന് അമ്മ പറയണത്. മരുമകളെ അടിക്കാൻ വരാൻ മാത്രമുള്ള വർത്താനം ഉമ്മാൻ്റെ ഒക്കെ കൊടുത്തിട്ടല്ലേ ഇതിനെ മകനും കൂടി ഭാര്യയുടെ കൂടെ നിൽക്കണില്ലേ, പിന്നെ തള്ളക്ക് കൊടുക്കന്നെ. അപ്പോൾ ആ സാഹചര്യം ഉണ്ടാക്കാൻ ഉമ്മാക്കും പങ്കുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വല്ലതും ചെയ്തിട്ട് കുട്ടി വല്ല അബദ്ധം കാണിച്ചാൽ കഴിഞ്ഞില്ലേ കഥ നിങ്ങളുടെ വീട്ടിൽ നിന്ന്. കേസായി നിങ്ങൾ പണ്ട് ചെയ്തൊക്കെ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് കൗൺസിലിംഗ് കൊണ്ടിരുന്നു പറഞ്ഞു. ഹയറാക്കട്ടെ, നമ്മളെന്താ വേറെ പറയുക. ഇതൊരിക്കലും നമ്മുടെ ലൈഫ് നമ്മൾ നശിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. എന്തായാലും നമ്മൾ ആ മരണപ്പെട്ടു പോയി സുഫൈദക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ.